ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം 9 മുതൽ 12 വരെയും സങ്കീർത്തനങ്ങൾ 61 മുതൽ 65 വരെയും. പുറപ്പാട് അധ്യായം 9. 5-ാം ബാധ. മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് നീ അവനോട് സംസാരിക്കണം. ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നീ ഇനിയും അവരെ പിടിച്ചു നിർത്തിയാൽ, ഇതാ കർത്താവിന്റെ കരം വയലിലുള്ള നിന്റെ കന്നുകാലികൾക്കെതിരെ കുതിരകൾ, ആൺകഴുതകൾ, ഒട്ടകങ്ങൾ, കാലിക്കൂട്ടം, ആട്ടിൻകൂട്ടം എന്നിവയ്ക്കെതിരെ അതിരൂക്ഷമായ വസന്തിയായി ഭവിക്കും. ഇസ്രായേൽക്കാരുടെ കാലിക്കൂട്ടവും ഈജിപ്തുകാരുടെ കാലിക്കൂട്ടവും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേലിയർക്കുള്ളതിൽ നിന്ന് ഒന്നും ചാവുകയില്ല. നാളെ കർത്താവ് നാട്ടിൽ ഇക്കാര്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് കർത്താവ് ഇക്കാര്യം നിറവേറ്റി. ഈജിപ്തുകാരുടെ കാലിക്കൂട്ടം മുഴുവൻ ചത്തു, എന്നാൽ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും ചത്തില്ല. ഫറവോ ആളയച്ചപ്പോൾ ഇതാ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ ഒരെണ്ണം പോലും ചത്തിട്ടില്ല. ഫറവോയുടെ ഹൃദയം കഠിനമായി, ജനത്തെ അവൻ വിട്ടയച്ചില്ല. 6-ാം ബാധ. പരുക്കൾ പടരുന്നു. കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി കൈക്കുടന്ന നിറയെ അടുപ്പ് ചാരം എടുക്കുവിൻ. മോശ ഫറവോയുടെ കൺമുമ്പിൽ അത് ആകാശത്തിലേക്ക് വിതറട്ടെ. ഈജിപ്ത് ദേശത്തിനു മേൽ മുഴുവൻ അത് പൊടിയായിത്തീരും. ഈജിപ്ത് ദേശം മുഴുവൻ അത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കുമിളകളായി പൊങ്ങുന്ന പരുവായിത്തീരും. അവർ അടുപ്പ് ചാരമെടുത്ത് ഫറവോയുടെ മുൻപിൽ സന്നിഹിതരായി. മോശ അത് ആകാശത്തേക്ക് വിതറി. അപ്പോൾ അത് മനുഷ്യനിലും മൃഗത്തിലും കുമിളകളായി പൊങ്ങുന്ന പരുവായി. പരുനിമിത്തം ആഭിചാരകർക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ആഭിചാരകർക്കും എല്ലാ ഈജിപ്തുകാർക്കും പരുവുണ്ടായിരുന്നു. കർത്താവ് മോശയോട് പ്രസ്താവിച്ചിരുന്നതുപോലെ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ ശ്രവിച്ചില്ല. 7-ാം ബാധ. കൽമഴ പെയ്യുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കുക. നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയക്കുക. എന്തെന്നാൽ ഇപ്രാവശ്യം എന്റെ ബാധകളെല്ലാം നിന്നിലേക്കും നിന്റെ സേവകരിലേക്കും നിന്റെ ജനത്തിലേക്കും ഞാൻ അയക്കും. അതുവഴിയായി ഭൂമി മുഴുവനിലും എന്നെ പോലെ ഒരുവനില്ല എന്ന് നീ അറിയും. തീർച്ചയായും ഇപ്പോൾ ഞാൻ എന്റെ കരമയച്ച് നിന്നെയും നിന്റെ ജനത്തെയും വസന്തയാൽ പ്രഹരിക്കും. നീ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് എന്റെ ശക്തി നിന്നെ കാണിക്കാനും എന്റെ നാമം ഭൂമിയിലെങ്ങും പ്രഘോഷിക്കാനുമാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. എന്നാൽ എന്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരോട് ധാർഷ്ട്യം കാണിക്കുന്നു. ഈജിപ്ത് സ്ഥാപിതമായ ദിവസം മുതൽ ഇപ്പോൾ വരെ അതിലുണ്ടായിട്ടില്ലാത്തതുപോലെ നാളെ ഈ സമയത്തിതാ അതികഠിനമായ കൽമഴ ഞാൻ പെയ്യ്ക്കും. ഇപ്പോൾ ആളയച്ച് വയലിൽ നിനക്കുള്ള കാലിക്കൂട്ടത്തെയും നിനക്ക് വയലിലുള്ള എല്ലാറ്റിനെയും സുരക്ഷിതമാക്കുക. വയലിൽ കാണപ്പെടുന്നവയും വീട്ടിലേക്ക് ചേർക്കപ്പെടാത്തയുമായ ഏതു മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കൽമഴ പതിക്കുകയും അവ ചാവുകയും ചെയ്യും. ഫറവോയുടെ സേവകരിൽ കർത്താവിന്റെ വചനം ഭയന്നവൻ തന്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വീടുകളിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി. എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ഹൃദയം വെക്കാതിരുന്നവൻ തന്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വയലിൽ തന്നെ വിട്ടു. അനന്തരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. അങ്ങനെ ഈജിപ്ത് ദേശം മുഴുവനിലും, അതായത് ഈജിപ്ത് ദേശത്തെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും വയലിലെ ഓരോ സസ്യത്തിന്റെയും മേൽ കൽമഴ പെയ്യട്ടെ. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിമുഴക്കങ്ങളും കൽമഴയും നൽകി. മിന്നൽ പിണർ ഭൂമിയിലേക്ക് പാഞ്ഞു. കർത്താവ് ഈജിപ്ത് ദേശത്ത് കൽമഴ പെയ്യിച്ചു. ഒരു ജനതയായതു മുതൽ ഈജിപ്ത് ദേശത്തെങ്ങും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അതിരൂക്ഷമായ കൽമഴയുണ്ടായി. കൽമഴയ്ക്കിടയിൽ തീ പാറിക്കൊണ്ടിരുന്നു. കൽമഴ ഈജിപ്ത് ദേശത്തെങ്ങും ആഞ്ഞടിച്ചു. മനുഷ്യൻ മുതൽ മൃഗം വരെ വയലിലുണ്ടായിരുന്ന സകലതും വയൽ സസ്യം മുഴുവനും കൽമഴ നശിപ്പിച്ചു. വയലിലെ എല്ലാ വൃക്ഷങ്ങളെയും അത് തകർത്തു. ഇസ്രായേലിയർ എവിടെയായിരുന്നോ ആ ഗോഷൻ ദേശത്ത് മാത്രം കൽമഴയുണ്ടായില്ല. ഫറവോ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു. നീതിമാനായ കർത്താവ്, ദുഷ്ടരായ എന്റെ ജനവും ഞാനും നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. ദൈവത്തിന്റെ ഇടിമുഴക്കങ്ങളും കൽമഴയും വേണ്ടതിലധികമായി ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾ ഇനിയും തങ്ങേണ്ടതില്ല. മോശ അവനോട് പറഞ്ഞു, ഞാൻ നഗരം വിട്ടാലുടൻ എന്റെ കരതലങ്ങൾ കർത്താവിന്റെ നേർക്ക് വിരിക്കും.
ഇടിമുഴക്കങ്ങൾ നിലയ്ക്കും, കൽമഴ പിന്നെ ഉണ്ടാവുകയില്ല. അതുമൂലം ഭൂമി കർത്താവിൻ്റെതാണെന്ന് നീ അറിയും. എന്നാൽ നീയും നിന്റെ ദാസനും ഇനിയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. ബാർലിയും ചണവും നശിപ്പിക്കപ്പെട്ടു, കാരണം ബാർലി കതിരിട്ടിരുന്നു, ചണം മുട്ടിട്ടിരുന്നു. എന്നാൽ ഗോതമ്പോ ചോളമോ നശിപ്പിക്കപ്പെട്ടില്ല, കാരണം അവ പിൻവിളകളായിരുന്നു. അനന്തരം മോശെ ഫറവോയുടെ അടുക്കൽ നിന്ന് പട്ടണം വിട്ടുപോയി. അവൻ തന്റെ കരതലങ്ങൾ കർത്താവിന്റെ നേർക്ക് നീട്ടി. അപ്പോൾ ഇടിമുഴക്കങ്ങളും കൽമഴയും നിലച്ചു, ഭൂമിയിൽ മഴ പെയ്തില്ല. മഴയും കൽമഴയും ഇടിമുഴക്കങ്ങളും നിലച്ചെന്ന് കണ്ടപ്പോൾ ഫറവോ വീണ്ടും പാപം ചെയ്തു. അവനും അവന്റെ സേവകരും ഹൃദയം കഠിനമാക്കി. കർത്താവ് മോശെ വഴി പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ ഇസ്രായേലിനെ വിട്ടയച്ചില്ല. പുറപ്പാട് അധ്യായം 10. 8-ാം ബാധ. വെട്ടുക്കിളികൾ നിറയുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. അവന്റെ ഹൃദയവും അവന്റെ ദാസരുടെ ഹൃദയവും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. ഇത് അവന്റെ മധ്യേന്റെ ഈ അടയാളങ്ങൾ പതിക്കേണ്ടതിനും ഞാൻ ഈ ഈജിപ്തുകാരെ വിട്ടികളാക്കിയ കാര്യവും അവർക്കിടയിൽ ഞാൻ ചെയ്ത എന്റെ അടയാളങ്ങളും നിന്റെ മകന്റെയും മകന്റെ മകന്റെയും ശ്രവണപുടങ്ങളിൽ ഓതേണ്ടതിനുമാണ്. അങ്ങനെ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. മോശയും അഹരോനും ഫറവോയുടെ അടുക്കൽ ചെന്നു. അവർ അവനോട് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്റെ മുൻപിൽ എളിമപ്പെടാൻ എത്ര നാളത്തേക്ക് നീ വിസ്മരിക്കും? എന്നെ ശുശ്രൂഷിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. എന്റെ ജനത്തെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ ഇതാ, നാളെ ഞാൻ വെട്ടുക്കിളിയെ നിന്റെ ഭൂപ്രദേശത്തേക്ക് വരുത്തും. ഭൂമി കാണാൻ പറ്റാത്ത വിധം അത് ഭൂദൃശ്യം മറയ്ക്കും. കൽമഴയിൽ നിന്ന് നിങ്ങൾക്കായി വിട്ടുകിട്ടിയ അല്പാവശേഷം അത് തിന്നൊടുക്കും. നിങ്ങൾക്കായി വയലിൽ തളിർത്ത വൃക്ഷങ്ങളെല്ലാം അവ തിന്നും. നിന്റെ പിതാക്കന്മാരും പിതാക്കന്മാരുടെ പൂർവികരും അവർ മണ്ണിൽ ആവിർഭവിച്ച ദിവസം മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിന്റെ ഭവനങ്ങളും നിന്റെ എല്ലാ സേവകരുടെയും ഭവനങ്ങളും എല്ലാ ഈജിപ്തുകാരുടെയും ഭവനങ്ങളും അവ കൊണ്ട് നിറയും. അനന്തരം അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോയി. ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, എത്ര നാളത്തേക്ക് ഇയാൾ നമുക്കൊരു കെണിയാകും? തങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കാൻ ഈ ആളുകളെ വിട്ടയച്ചാലും ഈജിപ്ത് നശിക്കുകയാണെന്ന് ഇനിയും അങ്ങ് അറിയുന്നില്ലേ? മോശയും അഹ്റോനും ഫറവോയുടെ പക്കൽ തിരികെ ആനീതരായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കുവിൻ. എന്നാൽ പോകുന്നവർ ആരെല്ലാം? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവാക്കളോടും വൃദ്ധരോടുമൊപ്പം ഞങ്ങൾ പോകും. ഞങ്ങളുടെ പുത്രീപുത്രന്മാരോടും ആടുമാടുകളോടുമൊപ്പം ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾക്ക് കർത്താവിന്റെ ഉത്സവമാണ്. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അയച്ചെങ്കിലല്ലേ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയുള്ളൂ. കാണുവിൻ, തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് കാപട്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. നിങ്ങൾ പുരുഷന്മാർ പോയി കർത്താവിനെ സേവിക്കുവിൻ. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർന്ന് അവരെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറത്താക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്ത് ദേശത്തിന്മേൽ വെട്ടുക്കിളിക്കായി നിന്റെ കൈ നീട്ടുക. അങ്ങനെ അത് ഈജിപ്ത് ദേശത്ത് വന്നു കയറി കൽമഴ അവശേഷിപ്പിച്ചവയെല്ലാം, അതായത് നാട്ടിലെ ഓരോ സസ്യവും തിന്നൊടുക്കട്ടെ. മോശ തന്റെ വടി ഈജിപ്ത് ദേശത്തിന്മേൽ നീട്ടി. കർത്താവ് ആ പകൽ മുഴുവൻ രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് വീശാനിടയാക്കി. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ വഹിച്ചു കൊണ്ടുവന്നു. വെട്ടുക്കിളി ഈജിപ്ത് നാട്ടിലാകെ വന്നു കയറി. ഈജിപ്ത് ഭൂപ്രദേശം മുഴുവൻ അവ സ്വൈരവിഹാരം നടത്തി. അവ വളരെ ശക്തമായിരുന്നു. തീർച്ചയായും അതിനു മുമ്പ് അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഉണ്ടാവുകയില്ല തീർച്ച. അത് നാട് മുഴുവന്റെയും ദൃശ്യം മറച്ചു. നാടിരുണ്ടു. കൽമഴ അവശേഷിപ്പിച്ചിരുന്ന നാട്ടിലെ ഓരോ സസ്യവും വൃക്ഷഫലവും അത് കാർന്നു തിന്നു. ഈജിപ്ത് ദേശത്താകമാനം മരത്തിലും വയൽ ചെടിയിലും ഒരു പച്ചയും അവശേഷിച്ചില്ല. ഫറവോ മോശയെയും അഹറോനെയും വിളിക്കാൻ തിടുക്കപ്പെട്ടു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായും നിങ്ങൾക്കെതിരായും ഞാൻ പാപം ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം കൂടി എന്റെ പാപം നീ ക്ഷമിച്ചാലും ഈ മാരണം എന്നിൽ നിന്ന് വിട്ടകലേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുവേൻ. അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് വളരെ ശക്തമായ കടൽക്കാറ്റ് തിരിച്ചുവിട്ടു. അത് വെട്ടുക്കിളികളെ സംഭവിച്ച് ചെങ്കടലിലേക്ക് എറിഞ്ഞു. ഈജിപ്തിന്റെ അതിർത്തിക്കുള്ളിലെങ്ങും ഒരു വെട്ടുക്കിളിയും അവശേഷിച്ചില്ല. കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അതിനാൽ അവൻ ഇസ്രായേലിനെ വിട്ടയച്ചില്ല.
9-ാം ബാധ. അന്ധകാരം വ്യാപിക്കുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്റ്റ് ദേശത്ത് ഇരുട്ട്, തൊട്ടറിയാവുന്ന ഇരുട്ട് ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. ഈജിപ്റ്റ് ദേശം മുഴുവൻ 3 ദിവസം കൂരിരുട്ടുണ്ടായി. അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തേക്ക് ആരും നിലത്തു നിന്ന് എഴുന്നേറ്റില്ല. എന്നാൽ ഇസ്രായേല്യർക്കെല്ലാം തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങളുടെ ആടുമാടുകൾ മാത്രം ശേഷിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാൻ ഒന്നുകിൽ നീ ബലികളും ഹോമയാഗങ്ങളും ഞങ്ങളുടെ കയ്യിൽ തരേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരേണ്ടതുണ്ട്. ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. കാരണം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത്. എങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് അവിടെ എത്തുന്നതുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അതിനാൽ അവരെ വിട്ടയക്കാൻ അവൻ മനസ്സായില്ല. ഫറവോ അവനോട് പറഞ്ഞു, എന്റെ മുൻപിൽ നിന്ന് പോകൂ. ഒരിക്കൽ കൂടി നീ എന്റെ മുഖം കാണുന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ എന്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ മോശ പറഞ്ഞു, നീ ശരിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ മുഖം കാണുക എന്നത് ഇനി സംഭവിക്കുകയില്ല. പുറപ്പാട് അധ്യായം 11. 10-ാം ബാധ. കടിഞ്ഞൂൽ സംഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു വ്യാധി കൂടി ഞാൻ ഫറവോയുടെയും ഈജിപ്റ്റിന്റെയും മേൽ വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്നും വിട്ടയക്കും. അവൻ വിട്ടയക്കുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെ ഒട്ടാകെ അവൻ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഓരോ പുരുഷനും തന്റെ അയൽക്കാരനിൽ നിന്നും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളി ഉരുപ്പടികളും ആവശ്യപ്പെടണമെന്ന് നീ ജനത്തിന്റെ ചെവികളിൽ പറയണം. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ജനത്തോടുള്ള പ്രീതി കർത്താവ് ഉളവാക്കി. മാത്രമല്ല, ഈജിപ്റ്റ് ദേശത്ത് ഫറവോയുടെ സേവകരുടെ ദൃഷ്ടികളിലും ജനത്തിന്റെ ദൃഷ്ടികളിലും മോശ എന്ന വ്യക്തി വളരെ വലിയവനുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, അർദ്ധരാത്രിയോടെ ഞാൻ ഈജിപ്റ്റിനു മധ്യേ കടന്നുപോകും. ഈജിപ്റ്റ് നാട്ടിലെ സകല കടിഞ്ഞൂലും മരിക്കും. തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഫറവോയുടെ കടിഞ്ഞൂല് മുതൽ തിരികല്ലിനു പിന്നിലെ പരിചാരികയുടെ കടിഞ്ഞൂലും കന്നുകാലിയുടെ കടിഞ്ഞൂലും വരെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ആവർത്തിക്കില്ലാത്തതുമായ വലിയ നിലവിളി ഈജിപ്റ്റ് നാട്ടിലെങ്ങും ഉണ്ടാകും. എന്നാൽ ഈജിപ്റ്റിനും ഇസ്രായേലിനുമിടയിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇസ്രായേലിൽ മനുഷ്യൻ മുതൽ മൃഗം വരെ ആർക്കു നേരെയും ന്യായം ഉരുളുകയില്ല. അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എന്റെ പക്കലേക്ക് ഇറങ്ങി താങ്കളും താങ്കൾക്ക് കീഴിലുള്ള സമസ്ത ജനവും പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമിക്കും. അതിനുശേഷം ഞാൻ പുറപ്പെടും. അവൻ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈജിപ്റ്റ് ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോ നിങ്ങളെ ഗൗനിക്കുകയില്ല. ഫറവോയുടെ സന്നിധിയിൽ മോശയും അഹരോനും ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേലിനെ തന്റെ ദേശത്തു നിന്ന് വിട്ടയച്ചില്ല. പുറപ്പാട് അധ്യായം 12. പെസഹ ആചരണ നിർദ്ദേശങ്ങൾ. കർത്താവ് ഈജിപ്റ്റ് ദേശത്ത് വെച്ച് മോശയോടും അഹരോനോടും ഇപ്രകാരം അരുൾ ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ തുടക്കമായിരിക്കണം. അത് നിങ്ങൾക്ക് വർഷത്തിലെ മാസങ്ങളുടെ ആദ്യത്തേതായിരിക്കും. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ നിങ്ങൾ ഇപ്രകാരം പറയുവിൻ, ഈ മാസത്തിന്റെ 10-ാം ദിവസം അവർ ഓരോ പിതൃ കുടുംബത്തിനും ഒരാട്ടിൻകുട്ടിയെ, ഭവനത്തിന് ഒരാട്ടിൻകുട്ടി വീതം തങ്ങൾക്കായി എടുക്കണം. ഒരാട്ടിൻകുട്ടിയെ തീർക്കാവുന്നതിനേക്കാൾ ചെറുതാണ് ഒരുവന്റെ കുടുംബമെങ്കിൽ അവൻ തന്റെ ഭവനത്തിലേക്ക് അടുത്തുള്ള താമസക്കാരനെ കൂടി അംഗസംഖ്യ അനുസരിച്ച് സ്വീകരിക്കണം. നിങ്ങൾ ആട്ടിൻകുട്ടിയെ സംബന്ധിച്ച് കണക്ക് കൂട്ടേണ്ടത് അതിനെ ഭക്ഷിക്കാനുള്ള ഓരോരുത്തന്റെയും പ്രാപ്തി അനുസരിച്ചായിരിക്കണം. തികവുറ്റതും 1 വയസ്സുള്ളതുമായൊരു മുട്ടാടിൻകുട്ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കേണ്ടത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആണ്. ഈ മാസത്തിന്റെ 14-ാം ദിവസം വരെ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹത്തിന്റെ ഓരോ സമ്മേളനവും സായം സന്ധ്യയിൽ അതിനെ അറക്കണം. അവർ അത് ഭക്ഷിക്കാൻ പോകുന്ന വീടുകളുടെ മേൽ, അതായത് കട്ടിള കാലുകൾ 2-ലും മേൽപ്പടിയിലും അതിന്റെ രക്തത്തിൽ നിന്നെടുത്തു പുരട്ടണം. മാംസം അവർ ആ രാത്രിയിൽ തന്നെ ഭക്ഷിക്കണം. അത് തീയിൽ ചുട്ടും പുളിപ്പില്ലാത്ത അപ്പം കൈപ്പിലകൾ കൂട്ടിയും അവർ ഭക്ഷിക്കണം. ചുട്ട മാംസമല്ലാതെ അതിന്റെ തലയോ അതിന്റെ കാലുകളിലും ഉള്ളിലുമുള്ളവയോ പാതി വേവിച്ചും വെള്ളത്തിൽ പുഴുങ്ങി വേവിച്ചും നിങ്ങൾ ഭക്ഷിക്കരുത്.
അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത്. അതിൽ നിന്ന് പ്രഭാതം വരെ അവശേഷിക്കുന്നത് നിങ്ങൾ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് നിങ്ങൾ അത് ഭക്ഷിക്കേണ്ടത്. നിങ്ങളുടെ അരകൾ മുറുക്കിയിരിക്കണം. നിങ്ങളുടെ പാദരക്ഷകൾ കാലുകളിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വടികൾ കയ്യിൽ വേണം. നിങ്ങളത് തിടുക്കത്തിൽ ഭക്ഷിക്കണം. അത് കർത്താവിന്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്റ്റ് നാട്ടിലൂടെ കടന്നുപോകും. ഈജിപ്റ്റ് നാട്ടിലെ ആദിജാതരായ മനുഷ്യൻ മുതൽ മൃഗം വരെയുള്ള എല്ലാറ്റിനെയും ഞാൻ പ്രഹരിക്കും. ഈജിപ്റ്റ് ദേവന്മാർക്കെതിരെ ഞാൻ ശിക്ഷാവിധികൾ നടപ്പാക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ വീടുകളിന്മേലുള്ള രക്തം നിങ്ങൾക്ക് അനുകൂലമായ അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്റ്റ് നാടിനെ പ്രഹരിക്കുമ്പോൾ അത് നിങ്ങളിൽ വിനാശമുണ്ടാക്കുന്ന ഒരു ബാധയായിരിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മയ്ക്കുള്ളതായിരിക്കും. ഇത് നിങ്ങൾ കർത്താവിനുള്ള തിരുനാളായി കൊണ്ടാടണം. നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമായി അത് നിങ്ങൾ ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പം. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ആദ്യ ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. ആദ്യ ദിവസം മുതൽ 7-ാം ദിവസം വരെ പുളിപ്പുള്ളത് ആര് ഭക്ഷിച്ചാലും ആ വ്യക്തി ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. ആദ്യ ദിവസം വിശുദ്ധ സമ്മേളനം വേണം. 7-ാം ദിവസവും നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ നാളുകളിൽ ഒരു ജോലിയും നിർവഹിക്കപ്പെടരുത്. എന്നാൽ ഓരോ വ്യക്തിക്കും ഭക്ഷിക്കാനുള്ളത് അതുമാത്രം നിങ്ങൾക്കായി പാകം ചെയ്യപ്പെടട്ടെ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഇതേ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത കൽപ്പനയായി നിങ്ങൾ ആ ദിവസം ആചരിക്കണം. മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ തുടങ്ങി മാസത്തിലെ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണപ്പെടരുത്. എന്തെന്നാൽ ദേശത്തുള്ള പ്രവാസിയിലോ സ്വദേശത്തിലോ ആരെങ്കിലും പുളിപ്പുള്ളത് ഭക്ഷിച്ചാൽ ആ വ്യക്തി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ചതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളുടെ വാസസ്ഥാനങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. പെസഹ ആചരണം. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാവരെയും വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കായി ആടുകളെ തെരഞ്ഞുപിടിച്ച് എടുക്കുവേൻ. പെസഹ കുഞ്ഞാടിനെ അറക്കുവേൻ. ഒരു ഹിസോപ്പ് കറ്റിയെടുത്ത് താലത്തിലുള്ള രക്തത്തിൽ മുക്കുവേൻ. മേൽപ്പടിയിലും കട്ടിളക്കാലുകൾ രണ്ടിലും താലത്തിലുള്ള രക്തത്തിൽ നിന്ന് തളിക്കുവേൻ. പ്രഭാതം വരെ നിങ്ങൾ ഒരാളും തന്റെ വീട്ടുവാതിക്കൽ നിന്ന് പുറത്തിറങ്ങരുത്. ഈജിപ്തിനെ ശിക്ഷിക്കാൻ കർത്താവ് കടന്നുപോകും. മേൽപ്പടിയിലും കട്ടിളക്കാലുകൾ രണ്ടിലും രക്തം കാണുമ്പോൾ കർത്താവ് വാതിൽ മറികടന്നു പോകും. ശിക്ഷിക്കാൻ നിങ്ങളുടെ വീടുകളിലേക്ക് കടക്കുന്നതിന് അവിടുന്ന് സംഹാരകനെ അനുവദിക്കുകയില്ല. ഇക്കാര്യം നിനക്കും നിന്റെ മക്കൾക്കുമുള്ള ഒരു ചട്ടമായി എന്നേക്കും നിങ്ങൾ പാലിക്കണം. കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് തരാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്നെത്താനിടയാകുമ്പോൾ ഈ ശുശ്രൂഷ നിങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങളെ സംബന്ധിച്ച് ഈ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കാനിടയാകുമ്പോൾ നിങ്ങൾ പറയണം, ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേലരുടെ ഭവനങ്ങൾക്ക് മറികടന്നു പോകുകയും ഈജിപ്തിനെ പ്രഹരിച്ചപ്പോൾ നമ്മുടെ ഭവനങ്ങളെ വിമോചിപ്പിക്കുകയും ചെയ്ത കർത്താവിനുള്ള പെസഹാ ബലിയാണിത്. അപ്പോൾ ജനം കുമ്പിട്ടു, അവർ ആരാധിച്ചു. ഇസ്രായേലിയർ പോയി കർത്താവ് മോശയോടും അഹരോനോടും കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ അവർ ചെയ്തു. നിർണായക സംഭവങ്ങൾ. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോയുടെ ആദിജാതൻ മുതൽ കാരാഗ്രഹത്തിലുള്ള തടവുകാരന്റെ ആദിജാതൻ വരെ ഈജിപ്റ്റ് നാട്ടിലെ ഓരോ ആദിജാതനെയും മൃഗങ്ങളുടെ ഓരോ കടിഞ്ഞൂലിനെയും അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. രാത്രിയിൽ ഫറവോ അവനും അവന്റെ എല്ലാ സേവകരും ഈജിപ്റ്റ് മുഴുവനും ഉണർന്നു. ഈജിപ്തിൽ വലിയ നിലവിളിയുണ്ടായി. കാരണം മരിച്ചവനില്ലാത്ത ഒരു വീടും അവിടെയില്ലായിരുന്നു. രാത്രിയിൽ തന്നെ മോശയെയും അഹരോനെയും വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളും ഇസ്രായേല്യരും എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പുറപ്പെടുവേൻ. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുവേൻ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവേൻ. അവർ ദേശത്തു നിന്ന് തിടുക്കത്തിൽ പുറത്തു കടക്കാൻ ജനത്തിനു മേൽ ഈജിപ്ത് സമ്മർദ്ദം ചെലുത്തി. എന്തെന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും മരിക്കുകയാണ്. കുഴച്ച മാവ് പുളിക്കുന്നതിനു മുമ്പ് കുഴമാവുള്ള പാത്രങ്ങൾ തങ്ങളുടെ തുണികളിൽ പൊതിഞ്ഞ് ജനം തോളിൽ വഹിച്ചു. മോശയുടെ വാക്കനുസരിച്ച് ഇസ്രായേല്യർ പ്രവർത്തിച്ചു.
അവർ ഈജിപ്തുകാരോട് സ്വർണ്ണ ഉരുപ്പിടികളും വെള്ളി ഉരുപ്പിടികളും വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടു. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ജനത്തോടുള്ള പ്രീതി കർത്താവ് ഉളവാക്കിയതിനാൽ അവർ ആവശ്യ നിവൃത്തി നടത്തിക്കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. ഇസ്രായേലിയർ റംസീസിൽ നിന്ന് സൂക്കോത്തിലേക്ക് നീങ്ങി. അവർ കുട്ടികളെ കൂടാതെ ഏകദേശം 6 ലക്ഷം പദയാത്രികരുണ്ടായിരുന്നു. വലിയൊരു സങ്കര ജനവ്യൂഹവും അവരോടൊപ്പം കയറിക്കൂടി. ആടുമാടുകളുടെ കാലിസമ്പത്ത് വളരെയേറെയുണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവർ കൊണ്ടുപോകുന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പങ്ങൾ ചുട്ടു. ഈജിപ്തിൽ നിന്ന് ബഹിഷ്കൃതരായതിനാൽ അവർക്ക് സാവകാശമുണ്ടായിരുന്നില്ല. തങ്ങൾക്കായി പാഥേയം പോലും അവർ തയ്യാറാക്കിയതുമില്ല. ഇസ്രായേലിയർ ഈജിപ്തിൽ താമസിച്ച കാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയാകുന്ന ആ ദിവസം തന്നെ കർത്താവിന്റെ വ്യൂഹങ്ങൾ മുഴുവൻ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കർത്താവിന്റെ ജാഗ്രതയുടെ രാത്രിയാണത്. അതുകൊണ്ടാണ് ഈ രാത്രി ഇസ്രായേലിയർക്കെല്ലാം തങ്ങളുടെ തലമുറകളിൽ കർത്താവിനായുള്ള ജാഗരാചരണമായിരിക്കുന്നത്. പെസഹാചരണം അനുബന്ധ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, പെസഹായുടെ ചട്ടം ഇതാണ്: പരദേശിയായ ആരും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഏതു പുരുഷ അടിമയ്ക്കും നീ അവനെ പരിച്ഛേദനം ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കാം. കുടികിടപ്പുകാരനും ദിവസവേതനക്കാരനും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. ഒരേ വീട്ടിൽ അത് ഭക്ഷിക്കപ്പെടണം. മാംസത്തിൽ അല്പവും വീടിന് പുറത്തേക്ക് കൊണ്ടുപോകരുത്. അതിന്റെ എല്ല് നിങ്ങൾ ഒടിക്കരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ അത് ആചരിക്കണം. നിന്നോടൊത്ത് തൽക്കാലം വസിക്കാനിടയാകുന്ന ഒരു പ്രവാസി കർത്താവിന്റെ പെസഹ ആചരിക്കുന്ന പക്ഷം അവനോടൊപ്പമുള്ള ഓരോ ആണും പരിച്ഛേദനമേൽക്കണം. തുടർന്ന് അത് ആചരിക്കാൻ അവന് അണയാം. അവൻ തദ്ദേശീയനെ പോലെയായിരിക്കും. എന്നാൽ ഒരു അപരിച്ഛേദിതനും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ തൽക്കാലം വസിക്കുന്ന പ്രവാസിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ. ഇസ്രായേലിയർ എല്ലാവരും കർത്താവ് മോശയോടും അഹരോനോടും കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ അവർ ചെയ്തു. ഈ ദിവസം തന്നെയാണ് കർത്താവ് ഇസ്രായേലിയരെ വ്യൂഹങ്ങളായി ഈജിപ്ത് നാട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. സങ്കീർത്തനങ്ങൾ 61 മുതൽ 65 വരെ. സങ്കീർത്തനം 61. ദൈവം സുശക്ത ഗോപുരം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം വിവശമാകുമ്പോൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ അങ്ങയുടെ നേർക്ക് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അഗമ്യമായ പാറയിൽ എന്നെ എത്തിക്കണമേ. അങ്ങാണല്ലോ എനിക്കുള്ള അഭയസങ്കേതം. ശത്രുവിന്റെ മുമ്പിൽ സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും അതിഥിയായിരിക്കട്ടെ. അങ്ങയുടെ ചിറകുകളുടെ മറവിൽ ഞാൻ അഭയം തേടും. ദൈവമേ, അങ്ങ് എന്റെ നേർച്ചകൾ പരിഗണിച്ചു. അങ്ങയുടെ നാമം ഭയപ്പെടുന്നവരുടെ അവകാശം അനുവദിച്ചു. രാജാവിന്റെ ആയുസ്സിനോട് അങ്ങ് വാസരങ്ങൾ കൂടിച്ചേർക്കട്ടെ. അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറ പോലെയും. ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും ഉപവിഷ്ടനാകട്ടെ. കൃപയും സത്യവും സജ്ജീകരിക്കണമേ. അവ അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ ദിനം തോറും എന്റെ നേർച്ചകൾ നിറവേറ്റാൻ അങ്ങയുടെ നാമം എന്നേക്കും പാടിപ്പുകഴ്ത്തും. സങ്കീർത്തനം 62. പ്രശാന്തതയും ദൈവോന്മുഖതയും. എന്റെ ആത്മാവ് പ്രശാന്തമായിരിക്കുന്നത് ദൈവോന്മുഖമായി മാത്രം. എന്റെ രക്ഷ അവിടുന്ന് നിന്നാണ്. എന്റെ പാറയും എന്റെ രക്ഷയും എന്റെ കോട്ടയും അവിടുന്ന് മാത്രം. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഒരുവന്റെ മേൽ ചെരിഞ്ഞ മതിലോ ആടുന്ന വീലിയോ എന്ന പോലെ നിങ്ങളെല്ലാവരും എത്ര കാലം ചാടി വീണ് അവനെ ഞെരിക്കും. അവന്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിറക്കാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജം ഇഷ്ടപ്പെടുന്നു, വായുകൊണ്ട് അനുഗ്രഹിക്കുന്നു, തങ്ങളുടെ ഉള്ളുകൊണ്ട് ശപിക്കുന്നു. എന്റെ ആത്മാവെ, ദൈവത്തിനായി മാത്രം പ്രശാന്തമായിരിക്കുക. എന്തെന്നാൽ അവിടുന്ന് നിന്നാണ് എന്റെ പ്രത്യാശ. എന്റെ പാറയും എന്റെ രക്ഷയും എന്റെ കോട്ടയും അവിടുന്ന് മാത്രം. ഞാൻ കുലുങ്ങുകയില്ല. ദൈവത്തിന്മേലാണ് എന്റെ രക്ഷയും മഹത്വവും. എന്റെ ശക്തിയുടെ പാറയും എന്റെ സങ്കേതവും ദൈവത്തിലാണ്. ജനമേ, എല്ലാ നേരവും അവിടുന്ന് ആശ്രയിക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ചൊരിയുവിൻ. ദൈവമാണ് നമുക്ക് അഭയകേന്ദ്രം. സാധാരണക്കാർ ഒരു ശ്വാസം മാത്രം, ഉന്നതർ മിഥ്യയും. ഒരുമിച്ച് തുലാസിൽ കയറ്റാനായാലും അവർ മിഥ്യയേക്കാൾ തുച്ഛം. നിങ്ങൾ ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യാമോഹം പുലർത്തരുത്. സമ്പത്ത് സമൃദ്ധിയായിക്കൊള്ളട്ടെ. നിങ്ങൾ അതിൽ ഹൃദയം നിക്ഷേപിക്കരുത്. ഒരു പ്രാവശ്യം ദൈവം സംസാരിച്ചു, 2 പ്രാവശ്യം ഞാൻ അത് കേട്ടു.
തീർച്ചയായും ശക്തി ദൈവത്തിൻ്റെതാണ്. നാഥ, കാരുണ്യം അങ്ങയുടേതാണ്. അങ്ങ് ഒരുവന് പ്രതിഫലം നൽകുന്നത് അവന്റെ പ്രവൃത്തിക്കൊത്താണല്ലോ. സങ്കീർത്തനം 63. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, അങ്ങാണ് എന്റെ തമ്പുരാൻ. ഞാൻ അങ്ങയെ ഉണർന്നന്വേഷിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ഭൂമിയിൽ എന്റെ ശരീരം അങ്ങയെ പ്രതി മോഹാലസ്യപ്പെടുന്നു. അങ്ങനെയാണ് അങ്ങയുടെ ശക്തിയും മഹത്വവും കാണാൻ ഞാൻ അങ്ങയെ വിശുദ്ധ സ്ഥലത്തേക്ക് നോക്കിയത്. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ അഭികാമ്യമാണല്ലോ. എന്റെ അധരങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കും. അതെ, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ നാമത്തിൽ ഞാൻ കരതലമുയർത്തും. മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ എന്റെ ആത്മാവ് സംതൃപ്തി അടയും. ആരവങ്ങൾ ഉതിർക്കുന്ന അധരങ്ങൾ കൊണ്ട് എന്റെ വായ് സ്തുതിക്കും. എന്റെ കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുമ്പോഴെല്ലാം രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചിരിക്കും. അങ്ങ് എനിക്ക് സഹായമായതുകൊണ്ട് അങ്ങയുടെ ചിറകിൻ തണലിൽ ഞാൻ ആരവം ഉതിർക്കും. എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേരും. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങട്ടെ. നശിപ്പിക്കാനായി എന്റെ ജീവൻ തേടുന്നവർ ഭൂമിയുടെ അഗാധങ്ങളിലെത്തും. അവർ അവരെ വാളിന്റെ ശക്തിക്ക് വിട്ടുകൊടുക്കും. അവർ കുറുനറികളുടെ ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ കൊണ്ട് ശപഥം ചെയ്യുന്ന എല്ലാവരും അഭിമാനം കൊള്ളും. നുണയരുടെ വായ് നിശ്ചയമായും അടഞ്ഞുപോകും. സങ്കീർത്തനം 64. കുടില ബുദ്ധിയെ തകർക്കണമേ. ദൈവമേ, എന്റെ ആവലാതിയിലെ സ്വരം കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവൻ കാത്തു സൂക്ഷിക്കണമേ. ദുർവൃത്തരുടെ ആലോചനയിൽ നിന്നും ദുഷ്കർമ്മികളുടെ തന്ത്രത്തിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവ് വാൾ പോലെ മൂർച്ചയുള്ളതാക്കുന്നു. തങ്ങളുടെ പരുഷവചനമാകുന്ന അസ്ത്രം അവർ തൊടുക്കുന്നു. നിർദോഷനെ ഒളിയിടങ്ങളിൽ എയ്യാൻ തന്നെ. അവർ ഭയം എന്നെ അവനെ പെട്ടെന്ന് നെയ്യുന്നു. തങ്ങൾക്കായി അവർ ദുഷ്കാര്യം മുറുകെ പിടിക്കുന്നു. കെണികൾ ഒളിച്ചു വെക്കാൻ അവർ കണക്കുകൂട്ടുന്നു. അവ ആര് കാണുമെന്ന് അവർ പറയുന്നു. കുതന്ത്രങ്ങൾ മെനഞ്ഞ് അവർ പറയുന്നു, വിദഗ്ധ തന്ത്രം നമ്മൾ പൂർത്തിയാക്കി. മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര ദുർഗ്രഹം! എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയച്ചു. അവരുടെ ക്ഷതങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. തങ്ങൾക്കെതിരായി സ്വന്തം നാവിനെ തന്നെ അവർ വഴിതെറ്റിച്ചു. അവരെ കാണുന്ന ആരും ഓടിയകലും. അപ്പോൾ മനുഷ്യവംശം മുഴുവൻ ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിച്ചു. അവിടുത്തെ കൃത്യം അവർ ഉദ്ബോധിപ്പിച്ചു. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവൻ അവിടുന്ന് അഭയം തേടട്ടെ. പരമാർത്ഥ ഹൃദയരെല്ലാം അഭിമാനം കൊള്ളട്ടെ. സങ്കീർത്തനം 65. ഒരു കർഷക ഗീതം. ദൈവമേ, സിയോനിൽ അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ച നിറവേറ്റപ്പെടും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ സമസ്ത ജഡവും അങ്ങേ പക്കലേക്ക് വരുന്നു. കുറ്റകൃത്യങ്ങൾ ഞങ്ങൾക്ക് അതീതമായി പ്രബലപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അതിക്രമങ്ങൾ പരിഹരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത് സന്നിധിയിൽ എത്തിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അങ്ങയുടെ അങ്കണങ്ങൾ വാസസ്ഥാനമാക്കും. അങ്ങയുടെ ഭവനത്തിന്റെ നന്മ കൊണ്ട്, അങ്ങയുടെ ആലയത്തിന്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഭൂമിയുടെ അതിർത്തികൾ മുഴുവന്റെയും വിദൂര സമുദ്രത്തിന്റെയും സുരക്ഷയെ, നീതിയോടെ ഭീതിത പ്രവർത്തികൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമായി അരുളുന്നു. അവിടുന്ന് കരുത്തുകൊണ്ട് അരമുറക്കി സ്വന്തം ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. സമുദ്രങ്ങളുടെ ഇരമ്പിലും തിരമാലകളുടെ ആരവവും ജനപദങ്ങളുടെ ലഹളയും അവിടുന്ന് ശമിപ്പിക്കുന്നു. അതിർത്തി പ്രദേശ നിവാസികളും അങ്ങയുടെ അടയാളങ്ങൾ മൂലം ഭയപ്പെട്ടു. ഉദയാസ്തമയങ്ങളുടെ പ്രഭവസ്ഥാനങ്ങൾ ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അങ്ങ് ഭൂമിയെ സന്ദർശിച്ച് അതിനെ ജലസമൃദ്ധമാക്കുന്നു. അതിനെ ഏറെ ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ചാൽ ജലം നിറഞ്ഞതാണ്. അങ്ങ് അവരുടെ ധാന്യം ഉറപ്പാക്കുന്നു. എന്തെന്നാൽ ഈ വിധമാണ് അങ്ങ് അതിനെ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങ് അതിന്റെ ഒഴിവുചാലുകൾ സേചനം ചെയ്യുന്നു. അതിന്റെ വരമ്പുകൾ ഇടിച്ചുറപ്പിക്കുന്നു. ധാരധാരയായി അതിനെ കുതിർക്കുന്നു. അങ്ങ് അതിന്റെ മുളയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ നന്മയുടെ സംവത്സരത്തെ അങ്ങ് കിരീടമണിയിക്കുന്നു. അങ്ങയുടെ വണ്ടിച്ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ സന്തോഷം അരക്കെട്ടായി അണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻപറ്റത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം ഉടുത്തിരിക്കുന്നു. അവ ഉല്ലസിച്ചാർക്കുന്നു, ഒപ്പം പാടുകയും ചെയ്യുന്നു.